അപ്പോൾ ഇതാ നമ്മുടെ പെരവണിയുടെ ഘട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ഛനും ഉണ്ട്, പപ്പായുണ്ട്, ഇച്ചാനുണ്ട്. ഇച്ചാൻ്റെ കണ്ണിൻ്റേതൊക്കെ മരുന്നൊക്കെ മേടിച്ച് കുറവായി വരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിതാ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു സൈഡ് ഇച്ചിരി കെട്ടിയല്ലേ ഇച്ചാ. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് എല്ലാം റെഡിയാക്കി ഇവിടുതാണ്ടേ വെൽഡൊക്കെ ചെയ്തു. നമ്മുടെ ഗബ്രൂട്ടന് ഇവിടെ ഇരിപ്പുണ്ടേ. പിന്നെ ഇതാ ഇവിടെ എല്ലാം നിരപ്പാക്കി. പിന്നെ ബാത്റൂമിൻ്റെ അവിടം വരെ എനിക്ക് തന്നെ പോകാം കേട്ടോ. അവിടെ എല്ലാം നിരപ്പാക്കി. നമ്മുടെ റോക്കിച്ചും കിടക്കുന്നു. പുറത്തിന് ജലദോഷമുണ്ട്. പോകാൻ വിട് വേണ്ടേ. ഇവിടെയൊക്കെ കുറച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെ ചെയ്തിച്ചേ നമ്മള് കണ്ണ് എനിക്കിപ്പോഴും കാഴ്ച ശരിയായിട്ടില്ല, എല്ലാം മങ്ങിയ കാണുന്നത്. അതുകൊണ്ട് വെൽഡ് ചെയ്തില്ല. പിന്നെ വെൽഡ് ചെയ്യാനുള്ള ഇത് നമ്മൾ പോയി വാങ്ങിക്കാൻ പോയി. പിന്നെ ഞായറാഴ്ച ഉണ്ട്, അത് കിട്ടിയില്ല. ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് നീർക്കെട്ടുള്ളതുകൊണ്ട് കാഴ്ച പഴയതുപോലെ ആവാൻ 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വെൽഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഇന്നാണെങ്കിൽ ബേസ്മെൻറ്റ് കെട്ടി, ഹാളിനുള്ള ബേസ്മെൻറ്റ് കെട്ടി. അവിടെ ഇച്ചിരി നമ്മൾ ചാന്ത് രാവിലെ കുഴച്ചിൻ്റെ കുറച്ച് അധികം വന്നത് തറയായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ അത് അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഒരു ഫുള്ള് ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് ഈ തറയില്ലാത്ത ഭാഗത്തെല്ലാം നമ്മളാണെങ്കിൽ പരിക്കനിട്ട് മറ്റേ വിനോയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നാളെ കൊണ്ട് വെൽഡിങ്ങിൻ്റെ പണി തീർക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ അന്ന് നമ്മുടെ വീട് ഇടിഞ്ഞ് വീണ മണ്ണെല്ലാം കിടക്കില്ലായിരുന്നോ, അതിപ്പോൾ ഞാൻ അച്ഛനും പപ്പായും കൂടെ ചേർന്ന് കുറേശ്ശെ വെട്ടിക്കൂരി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റി ഫൗണ്ടേഷനകത്ത് ഇടാനുള്ള മണ്ണെല്ലാം ഫൗണ്ടേഷനിലിട്ട്. അച്ഛനാണ് കേട്ടോ കൂടുതലും പണി ചെയ്തത്. കാരണം വെച്ചാൽ ഇന്നലെ ഒന്നും എനിക്ക് എഴുന്നേക്കാൻ വയ്യാതെ ഞാൻ കിടക്കുമായിരുന്നു. കണ്ണ് തുറക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഗബ്രൂസ് ഇരുന്നുകൊണ്ട് കൈ കാണിക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടി. ഗബ്രൂസിനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ, ഉടുപ്പിട്ട് ഇടാത്തുണ്ട്. അതുകൊണ്ടാണ് കാണിക്കാത്ത. എന്റെ കയ്യെ കണ്ട, എന്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകാ ക്യാമറ കുലിങ്ങന്ന്. ഇന്നലെ സത്യത്തിൽ അച്ഛൻ്റെ അടപ്പിളകി കേട്ടോ. ഇന്നലെ മൊത്തം വൃത്തിയാക്കിയത് ഇവിടെ ഉള്ള മണ്ണെല്ലാം സെറ്റാക്കി. അതുപോലെ ബാത്റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം സെറ്റാക്കി അല്ലേ ചേച്ചാ. ഇവിടെ എല്ലാം എനിക്കിപ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നു. സ്റ്റിക്ക് വെച്ച് അത്യാവശ്യം പോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പപ്പ നട്ട ചീനിയാണ് കേട്ടോ. ഇവിടെ പിഴുതേണ്ട അവസ്ഥ വന്നു നമുക്കിത് കഴിഞ്ഞിട്ട്. പുഴുങ്ങുകയും ചെയ്തു. അച്ചാച്ചന് എത്ര ഉണ്ടായിരുന്നു ചേച്ചാ ഇവിടുത്തെ കിഴങ്ങ്? 3 കിഴങ്ങ്. ബാക്കി ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചായിരുന്നു. അച്ചാച്ചൻ്റെ ഫേവറേറ്റാ. ഞാൻ അച്ചാച്ചൻ നട്ട വിളിക്കുന്നത്. അച്ചാച്ചൻ്റെ ഫേവറേറ്റാ കപ്പ, എന്നവാ ചേന, ചേമ്പ്, പിന്നെ മുളക് ചമ്മന്തി. നമ്മുടെ മുളക് ചമ്മന്തിയുടെ റെസിപ്പിയൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീട് പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കും. നമ്മള് ദിവസം അപ്ഡേഷൻ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സംഗതി നടക്കുന്നില്ല. കാരണം ഓരോന്നിങ്ങനെ വയ്യാതിരിക്കില്ല. ഇന്നലെ ഒന്നും നമുക്ക് ഒന്നും എടുക്കാം. ഇന്നലെ ഞാൻ ഫുൾ അടുക്കളയിലായിരുന്നു. അതിനുശേഷം പിന്നെ വേദനയായിട്ട് പിന്നെ ഞാൻ വന്ന് കിടപ്പായി. ആ വേദന ഇന്നാ ഞാൻ എഴുന്നേറ്റ്. മൊത്തം ഇന്നും വേദനയായിരുന്നു. ഇന്നലെ ഗുളിക തീർന്നു പോയി. ഇന്ന് ഗുളിക മേടിച്ചുകൊണ്ട് പോയി കൊടുത്ത് കഴിച്ചതിന് ശേഷം ഇപ്പൊ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാലേ നമുക്ക് വരുമാനവും വരത്തുള്ളൂ. വരുമാനം ഇല്ലാതിരിക്കുന്നതിന്റെ മെയിൻ റീസൺ അതാ. നമുക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് യൂട്യൂബ് ഉണ്ടായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാറില്ലേ. നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാത്തതിന്റെ മെയിൻ റീസൺ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി അസുഖമല്ലേ. ഗബ്രൂട്ടിന് വയ്യ, പ്രിൻസിന് വയ്യ. പ്രിൻസിന് ഡെയിലി കൊണ്ടുപോയി നമ്മളിപ്പം ആന്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കും. ഇന്നും കൂടെ ലാസ്റ്റ് ഡേറ്റാ. പ്രിൻസ് അതുകൊണ്ട് കിടക്കുക, പ്രിൻസിന് വയ്യാത്തതുകൊണ്ട്. അല്ല, തുടക്കത്തിലെ പ്രിൻസ് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അച്ഛൻ വന്ന് ഇടുക്കിയിൽ നിന്ന് വന്നത്. അച്ഛൻ വെള്ളിയാഴ്ച വന്നാണ് കേട്ടോ. അപ്പം ഇന്നൊക്കെ അച്ഛൻ നല്ല രീതിയിൽ പണിത് സെറ്റാക്കിയിട്ടുണ്ട്. അതെ, ഇപ്പൊ കിടക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അച്ഛൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ റോക്കിച്ചും കിടക്കുന്നുണ്ട്. റോക്കിച്ചിനെ കുറേ നാളിന് ശേഷം ഇപ്പഴാ കാണിക്കുന്നത്. അതെ, റോക്കിച്ചിനെ ഇപ്പൊ ഇട്ടേക്കുന്ന കൂടാതെ ഇനി നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് സെറ്റ് ആക്കണം. എല്ലാം ഒന്നും ഇല്ല, റെഡി ആവാത്തോണ്ട് ഇങ്ങനെ ഇത്തിരിക്ക് വരുന്നില്ല. റോക്കിച്ചിനെ മാത്രമല്ല, പൂപ്പിയും പ്യൂണും എല്ലാം ഇനി സെറ്റ് ആക്കണം. കുട്ടൂസിനെ സെറ്റ് ആക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം. നമ്മൾ 8-ാം തീയതിക്ക് മുമ്പ് നമ്മുടെ വീട് പണി പൂർത്തിയാക്കണം നമ്മൾ വിചാരിക്കുന്നത്. ഈ അവസ്ഥയിൽ നടക്കുമെന്നൊന്നും അറിയത്തില്ല. മാക്സിമം പറ്റുന്ന അത്രയും നമ്മൾ വൃത്തിയാക്കി എടുക്കും. 8-ാം തീയതിക്ക് മുമ്പ് എന്തായാലും നമ്മുടെ വീട് പണി പൂർത്തിയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന. ഗബ്രൂട്ടിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങളുടെ പുതിയ വീട്ടിലോട്ട് താമസം മാറണം. ഞങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവും എല്ലാം അതാ. അതെ,
പിന്നെ ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചാല് നമ്മൾ നടക്കാറില്ല. ഓപ്പോസിറ്റ് നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആഗ്രഹിക്കുന്നതിനൊന്നും കാശ് കൊടുക്കണ്ടല്ലോ. നമ്മുടെ പ്രിൻസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രിൻസേ? ചെറിയ നല്ല രീതിയിൽ ചുമയുണ്ട് കേട്ടോ അവന്. ചുമയുണ്ട്, നല്ല കഫവുണ്ട്, ഇൻഫെക്ഷൻ. ഇന്നുണ്ട്. മെനഞ്ഞാന്ന് കുത്തി വെച്ചിട്ട് പ്രിൻസ് ഭയങ്കര കരച്ചിലായിരുന്നു. അത് വേദന ഉണ്ടായിട്ട് അവൻ പറഞ്ഞില്ല, സഹിച്ചിരുന്നു. അവസാനം ഇവന് അങ്ങനെ വേദന എടുത്ത് കരയത്തില്ല. അധികം ഇഞ്ചക്ഷൻ എടുത്താലും വേദന എടുത്താലും ഒന്നും അധികം കരയത്തില്ല. ഓവറായിട്ട് വേദന എടുത്താലേ അവൻ കരയത്തുള്ളൂ. മെനഞ്ഞാന്ന് രാത്രി നല്ലോണം അവന് ഇഞ്ചക്ഷൻ എടുത്തവൻ വേദന എടുത്ത്. ഇവിടെ വന്ന് പറഞ്ഞപ്പോ തന്നെ വിങ്ങി 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 പൊട്ടി കരയുമായിരുന്നു. ആ മേഡം സാധാരണ കുത്തിക്കഴിഞ്ഞാൽ അങ്ങനെ വേദന എടുക്കത്തില്ല ആർക്കും. പക്ഷേ ഇത് കുത്തിയപ്പോൾ വേദന ഇല്ലായിരുന്നില്ലേ? ഇഞ്ചക്ഷൻ കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് വേദന പെട്ടെന്ന് കൂടിയത്. പിന്നെ ആ കയ്യിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പുറത്തെ കയ്യിൽ കുത്തി ഇഞ്ചക്ഷൻ എടുത്തപ്പം കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഇരിക്കുവാണ്. ഗബ്രൂട്ടന് വയ്യാട്ടോ, 2 ദിവസമായിട്ട് ശ്വാസമുട്ടലൊക്കെ ആയിരുന്നു ഗബ്രൂട്ടന്. രാത്രി ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് നാളെ ഒന്ന് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു. ഇന്നലെ എനിക്ക് കണ്ണ് വയ്യാത്തതുകൊണ്ട് ഇന്നലെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഇന്ന് കണ്ണ് വയ്യാഞ്ഞിട്ട് ഞാൻ തനിയെ വണ്ടി ഓടിച്ച ഹോസ്പിറ്റലിൽ പോയി. കാരണം നമ്മളെ കൂടെ വരാനും പോകാനൊന്നും ആരും ഇല്ലല്ലോ. അതുകൊണ്ട് കണ്ണ് വയ്യാഞ്ഞിട്ട് ഞാൻ ഇന്ന് കണ്ണ് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയത്. എന്താ ചെയ്യാൻ, ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും അല്ലേ? ദേഷ്യം വരും നോക്കിയാ മൊബൈൽ ഇരിക്കുന്നത്. കൊതുക് കുത്തുന്നുണ്ട് മോനെ. അങ്ങനെ എടുക്കുന്നോ?